പോയിരുന്നത്, ഓർമ്മയൊക്കെ പോയിട്ടാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണണം. ശരിയില്ലാന്ന് നമുക്കറിയില്ല, ഇതെങ്ങനെയാണ് വെക്കണേന്ന് നമുക്ക് അറിയില്ല. അങ്ങനെ ഒരു 4 ദിവസത്തെ തമിഴ്നാട് തൃച്ചി യാത്രയൊക്കെ കഴിഞ്ഞതാ. നമ്മളെ സ്വന്തം സ്വർഗത്തിലേക്ക് എത്തിയിട്ടുണ്ട്, നമ്മളെ അടുക്കളയിലേക്ക്. അപ്പച്ചൊക്കെ തമിഴ്നാട് സ്വർഗം, തമിഴ്നാട് സൂപ്പറായിരുന്നു കേട്ടോ. തൃച്ചിയൊക്കെ നല്ല അടിപൊളിയായിട്ട് കാഴ്ച. കോയമ്പത്തൂർ തൃച്ചി ആ ഒരു ഭയങ്കര രസമായിരുന്നു കേട്ടോ. അപ്പോൾ തമിഴ്നാടിനെ ഞങ്ങൾ ഏകദേശം കറങ്ങിയ വീഡിയോ നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവല്ലോ. അപ്പോൾ മുഖത്തൊക്കെ എന്തായാലും നല്ല ക്ഷീണമൊക്കെ കാണാൻ കേട്ടോ. പിറ്റേ ദിവസം തന്നെ എടുക്കുന്ന വീഡിയോ ആണ്, എപ്പോഴാണ് കിട്ടണേന്ന് അറിയില്ല. പോയി വന്നതിൻ്റെ പിറ്റേ രാവിലെ തൊട്ടാ. രാവിലെ തന്നെ നല്ല തിരക്കും ബഹളമൊക്കെ ആയിരുന്നു, കാരണം നന്ദുവിന് സ്കൂളിൽ പോകാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് അത് കാര്യങ്ങളൊന്നും ഞാൻ കയറിയിട്ടില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നതാണ്. എന്താ വെച്ചാൽ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് വന്നപ്പം കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ചില്ലറ ഐറ്റംസൊക്കെ. അതൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം അതിനെ കൊണ്ട് ചെറിയൊരു പരിപാടിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചാണ് വന്നേട്ടാ. അതൊക്കെ ദേ ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അതാ കണ്ട, അതിവിടെ എത്തിയപ്പോഴേക്കും, തമിഴ്നാട്ടിൽ ഇവിടെ എത്തിയപ്പോഴേക്കും എന്താ നമ്മളെ സഞ്ചിയൊക്കെ കീറിയിട്ടാ. അപ്പോൾ ഇത് നമ്മളെ നാരങ്ങ, ഇതാണ് ഞാൻ ഇന്ന് ഒരു ഐറ്റം കണ്ടേക്കണം കേട്ടോ. ഞാനല്ല ഇതിൻ്റെ ഐറ്റം, ഇത് മുറിക്കാൻ ഞാൻ 2 ആളെ ഏൽപ്പിക്കുന്നുണ്ട്. 2 പേർക്കും കൂടി പണി കൊടുക്കാതെ, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ ഈ വക സാധനങ്ങളൊക്കെ ഇതൊന്നുമില്ല അവിടെ. ഒരെണ്ണം ഞാൻ 3 ഞങ്ങൾ ഇന്നലെ പൊട്ടിച്ചിട്ട് വന്നതാണല്ലോ അവിടെ നിന്ന്. 1 അവിടെ വീട്ടിൽ അച്ഛനെ ഏൽപ്പിച്ചിട്ടുണ്ട്, 2 ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ ഈത്തപ്പഴം കുറച്ചൊക്കെ ഇവിടെ എല്ലാവർക്കും കൊടുത്തട്ടാ. അപ്പം കുറച്ച് അങ്ങനെ ഒന്നുമില്ല, ഒരുപാടൊന്നും പൊട്ടിച്ചിട്ടല്ല ഞങ്ങളിതാ. ഇത് നമ്മളെ ഈത്തപ്പഴം ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നു. എന്തായാലും നമ്മളെ വീട്ടിൽ നമ്മൾ ഈ സാധനം എത്തിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് പൊട്ടിച്ച് ഇവിടെ കൊണ്ടുവന്നു. ഇത് ശരിക്കും ഞങ്ങൾ അന്നേരം പൊട്ടിച്ചത് നമ്മൾ എടുക്കുന്ന ഓണറുടെ ആണെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ അത് അവരതല്ലായിരുന്നു കേട്ടോ. എന്നാലും അവർ പറഞ്ഞ് സാരിൽ പൊട്ടിച്ചെല്ലാം എടുത്തോന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്തിട്ട് വന്നതാണ്. അപ്പം ഇതൊക്കെ ഉണ്ട്. പിന്നെ ഈത്തപ്പഴം ഇഷ്ടംപോലെ പറിക്കായിരുന്നു അവിടെ നിന്ന്, പക്ഷേ ഞങ്ങൾ അതിന് ഒരുപാടൊന്നും പറിച്ചിട്ടില്ല. ഇതൊക്കെയുണ്ട്. പിന്നെ ഇത് നമ്മളെ എന്താണ് അച്ചാറിടുന്ന നാരങ്ങയെന്നല്ലേ, ശരിക്കും അവർ അച്ചാറിടുന്ന നാരങ്ങയെന്നും പറഞ്ഞിട്ടാണ് തന്നിട്ട. ശരിക്കും ഇത് അച്ചാറിടുന്ന നാരങ്ങ തന്നെയാണല്ലേ? എനിക്കൊരു ചെറിയ ഡൗട്ടുണ്ട്. ഇത് ഓറഞ്ച് അല്ല എന്തായാലും. നമ്മളെ മറ്റേ അതൊരു അല്ലേ, എന്തോ ഒരു നാരങ്ങ ഉണ്ടല്ലോ, ഒരു കയ്പ്പ് നാരങ്ങ, ആ നാരങ്ങേൻ്റെ ആണിത്. അപ്പം ഞങ്ങൾ 2 അവിടെ നിന്ന് പറിച്ചിട്ട് 2 ഞങ്ങൾക്ക് പറിച്ച് തന്നേട്ടാ അവർ, നമ്മളെ കണഞ്ചി. അപ്പം പുള്ളി പറിച്ചിട്ട് തന്നതാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചത് അമ്മയാണ് ഇതിൻ്റെ മെയിൻ ആളിട്ടാ. പക്ഷേ അച്ചാർ ഇത് ഇടുന്നില്ല ഇന്ന്, കാരണം ഒരുപാടൊന്നും ഇല്ലല്ലോ, അച്ചാർ ഇടേണ്ട ഒരുപാടൊന്നുമില്ല. അപ്പം എന്തായാലും ഞങ്ങൾ ഇവിടെ നമ്മളെ അമ്മ ഒരു വെറൈറ്റി കറി പോലെയൊക്കെ ആക്കലുണ്ട് കേട്ടോ. കറി പോലെ എന്ന് പറഞ്ഞാൽ എന്തായാലും എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല വലിയ. ഞാൻ ഈ അച്ചാർ ഇങ്ങനെയുള്ള ഐറ്റംസൊന്നും നിൽക്കലില്ല, കുറവാണ്. ഇതൊക്കെ ഇവിടുത്തെ അമ്മ അതിൻ്റെ ആളാണ്. അപ്പോൾ അതൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ എന്തായാലും ഇതൊരു ചെറിയൊരു കറി പോലെ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ അതാണ് ഇതും കൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇതവിടെ കൊടുത്തിട്ടേ ഇല്ല, നെഗീനൊന്നും കൊടുത്തിട്ടില്ല. എനിക്ക് പറഞ്ഞാൽ അവിടെ ആരും ഇതൊന്നും ഇടലുണ്ടാവില്ല. അതുകൊണ്ട് സെൻറ്റേച്ച് എടുത്തോന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇത് 2 ടീമിനെ ഏൽപ്പിക്കട്ടെ അരിയാൻ വേണ്ടിയിട്ട്. ഇത് മുറത്തിലിട്ട് ഒരു കത്തിയും ഒക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഒരു പാത്രവും കൂടി വെക്കണം. ഒരു പാത്രവും കൂടി ഇവിടെ സെറ്റാക്കി ഇങ്ങനെ വെച്ച് കൊടുത്താൽ അവർക്ക് ഇരുന്നിടത്ത് നിന്ന് ആർക്കും എണീക്കാതെ അരിയാം. 2 2 അരിയാൻ കൊടുക്കണം എന്ന് പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ ആവില്ലേ? ഇതാ 2 ആൾ ഇവിടെ ഉണ്ട് കേട്ടാ. ഇത് പുതിയ ആള് കണ്ടിട്ടില്ലാന്ന് തോന്നുന്നല്ലേ, ഇതുവരെ നമ്മളെ വീഡിയോയിലൊന്നും കണ്ടിട്ടില്ലാന്ന് തോന്നുന്നു. ഇത് വല്യമ്മന വല്യമ്മനെയാണ്. വല്യമ്മക്ക് തന്നെ കൺഫ്യൂഷൻ, എന്നെയാണോ ഉദ്ദേശിച്ചത്? വല്യമ്മനെ തന്നെ ഉദ്ദേശിച്ചത്. വല്യമ്മ നമ്മളെ അമ്മേൻ്റെ ചേച്ചിയാണ്, രുക്മിണി. ഞങ്ങൾ രുക്മിണി എന്നാണ് പറയുന്നത്, ഞങ്ങൾ അങ്ങനെ പറയുന്നത് രുക്മിണി. അതന്നെ രുക്മിണി വല്യമ്മ കേട്ടാ, നമ്മളെ മൂത്ത വല്യമ്മയാണ്. അപ്പോൾ ഇതാ 2 ആൾക്കും ഓരോ ഇത് തന്നിട്ടുണ്ട്. അത് അരിഞ്ഞൊന്ന് സെറ്റാക്കി ഇങ്ങോട്ട് തരണം. ശരിക്കും നമ്മൾ ഇത് നാരങ്ങച്ചാറ് അച്ചാറ് നാരങ്ങ തന്നെയല്ലേ ഇത് അല്ലേ? നമ്മളിവിടെ ഉണ്ടായിരുന്ന ആ നാരങ്ങേൻ്റെ പേരെന്തായിരുന്നു? മാതോളി നാരങ്ങ. അത് തന്നെ, എനിക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു. ഉറുമാമ്പഴമായിട്ട് എനിക്ക് കൺഫ്യൂഷൻ ആയിപ്പോയി. അപ്പൊ ഇത് മാതോളി നാരങ്ങേന്റെ ചെറുതല്ലേ? നമ്മളെ അടുത്തുണ്ടായ വലുതായിരുന്നു. വെള്ളം ഒഴുകണ്ട പോക്കാണോ സാധനം? ഉള്ളിൽ കുഴപ്പമൊന്നുമില്ല, ഇറച്ചിയില്ല. ഇതപ്പ പാകമായിട്ടില്ല. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും ചെയ്യും. ഇത് അച്ചാറാക്കണ്ട അല്ലേ? അച്ചാറാക്കാനൊന്നും ഇല്ലല്ലോ. ചെറിയൊരു തട്ടുകൂട്ട് അല്ലേ, അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു എന്തെങ്കിലും ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലേ? ശരിക്കും ഒരു കറി പോലെ ആക്കലില്ലേ ഇതിനാ? പീസാക്കിയിട്ട് അരിഞ്ഞിട്ട് അതുപോലെ ആക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. നോക്കട്ടെ, എന്തായാലും
നന്നാക്കി എടുത്തിട്ട് എന്തോരം ഉണ്ട് സാധനം എന്നൊക്കെ അറിഞ്ഞിട്ട് എന്തായാലും നോക്കാം. എന്തായാലും നമ്മളെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് നമ്മള് നന്നായിട്ടുണ്ടോ ഇല്ല നമുക്ക് ഡൗട്ട്. നന്നായിട്ടുണ്ടോ, നല്ല സുന്ദരിയായിട്ടുണ്ട്, സൗന്ദര്യത്തിനൊരു കുറവുമില്ല, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ആ പൗഡറൊന്നും ഇട്ടിട്ടില്ല, വെറുതെ ആവശ്യം പറയുന്നു ഇല്ല. കിട്ടാണ്ടായപ്പോ അവിടെ വെച്ചിട്ട് പോന്നു. പൗഡർ കൊട്ടി നോക്കി പക്ഷെ കിട്ടിയില്ല. അപ്പൊ പിന്നെ എന്തായാലും അതൊക്കെ അരിഞ്ഞൊക്കെ ഒന്ന് എടുക്കട്ടെ. വലിയ ഇങ്ങോട്ടാ നോക്കുന്നുട്ടെ, ഇത് കേൾക്കട്ടെ, വലിയ ഫ്രണ്ട് ക്യാമറയിൽ കാണുന്നുണ്ട്. അപ്പൊ അവരെന്തായാലും 2 കൊടുത്തിട്ടുണ്ട്, 2 കൂടി അവിടെ ഇരുന്ന് അരിയട്ടെ. എന്നിട്ട് ബാക്കി അരിഞ്ഞിട്ട് എന്തോരം ഉണ്ടെന്നൊക്കെ നോക്കാം. അപ്പൊ എന്തോരം ഉണ്ടെങ്കിലും ആ ഉള്ളതിനെ കൊണ്ടൊരു ചാറാക്കാം. അപ്പൊ അതിനിടയ്ക്ക് ഞാൻ ഇതിനെ പഴുക്കാൻ വെക്കുന്നുണ്ട് കേട്ടാ. പഴുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ അരിയും കലത്തിലിട്ടാൽ പഴുക്കൂലേ. ഇത് അരി കലമൊന്നുമില്ല, പണ്ടത്തെ വർത്താനമാണ്. അരിൻ്റെ ബക്കറ്റിൽ അങ്ങോട്ട് ഇട്ടാം. ഇത് ശരിക്കും നല്ല ഉടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു കേട്ടാ, നല്ല രസമുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഫ്രഷായിട്ട് ഇങ്ങനെ പറിച്ച് നമ്മൾ കഴിക്കുമ്പോൾ ഇല്ലേ ഭയങ്കര മധുരമായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ നിന്ന് കിട്ടുന്നതിനെക്കാട്ടൊക്കെ കാര്യം അവിടെ നിന്നൊക്കെ ചിലപ്പോൾ വരുന്നതായിരിക്കും, എന്നാലും നല്ലൊരു ടേസ്റ്റ്. ആ ഒരു പറിച്ച് കുറേ ആളുടെ വീട്ടിൽ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമുക്കില്ല, അതുകൊണ്ട് നമുക്ക് അതിനനുസരിച്ച് വില ഉണ്ടാവില്ല. മൊത്തം ഡൗട്ടായിട്ടാ കൊലയിക്കുന്നൊരു വിളി വന്നിട്ടുണ്ട്. കാരണം നാരങ്ങക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഐഡിയ കിട്ടിയിട്ടില്ല. നാരങ്ങ എന്തോ ഒരു രീതിയിലാണ് ഉള്ളത്. അതിപ്പോൾ എന്താ ചെയ്യപ്പോൾ ഇതെങ്ങനെയാണ് ഇത് എന്ന് മനസ്സിലാവുന്നില്ല കേട്ടാ. ഇതിങ്ങനെയാണ് കിട്ടണത്. അപ്പം എനിക്ക് തോന്നുന്നത് ഇതുപോലത്തെ ഒരു അച്ചാർ കാണില്ലേ നമ്മള്, അങ്ങനത്തെ അച്ചാറായിരിക്കും അല്ലേ. ഇങ്ങനെ ഒരു ചെറിയ അതുപോലെ ഉള്ളതല്ലേ. അപ്പൊ ഇതിങ്ങനെ ചെത്തിക്കളയണുണ്ട്. ഇതെങ്ങനെയാണ് എടുക്കണേന്ന് ഞങ്ങൾക്ക് ഇപ്പൊ വ്യക്തമായിട്ടൊരു ധാരണ ഇല്ലാത്ത പോലെ ആയി കേട്ടാ. ആരെക്കൊണ്ടൊക്കെ ഒന്ന് പറഞ്ഞു തരണം കേട്ടാ. ഇത് കറക്റ്റ് എങ്ങനെയാണ്, കാരണം ഇനി കിട്ടുമ്പോ നമുക്ക് മര്യാദക്ക് വെക്കാമല്ലോ. ഇതെന്തായാലും ഇതിപ്പോ ഇങ്ങനെയുള്ളത് ഇത് എങ്ങനെയാണ് ഇപ്പൊ ഇത് മുറിച്ചെടുക്കണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. നമ്മളെടുത്തുള്ള ആ നാരങ്ങ വേറൊരു അതിന്റെ തോല് അത് ഇറച്ചിയുള്ള പോലത്തെ ഒരു അല്ലേ. ഇവിടെ ഇത് ചെറിയൊരു മധുരം ഉണ്ട് കേട്ടോ ഇതിന്. അത് തന്നെ ചെറിയൊരു മധുരം ഉണ്ട്. അപ്പം എങ്ങനെയാണ് ഇപ്പൊ ഒരു കൺഫ്യൂഷനായി. കുറെ ആളുടെ വീട്ടിലൊക്കെ ഉണ്ടാവും ഇത്, എല്ലാവരും ആക്കുന്നതായിരിക്കും. പക്ഷെ നമുക്കിത് എങ്ങനെയാണെന്ന് ഇപ്പോൾ ഒരു കൺഫ്യൂഷനായി. എന്തായാലും നമുക്ക് കിട്ടിയതല്ലേ, നഷ്ടപ്പെടുത്തി കളയാൻ പറ്റില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോ. അതെ, ഇതൊന്ന് അച്ചാറാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അങ്ങനെ നോക്കാം. എൻ്റെ കൂടെ കുടിക്കാം, നിങ്ങൾക്കും കാണാം. നിങ്ങൾ എന്തെങ്കിലും തെറ്റിങ്ങനെ തിരുത്തി തന്നുകൊണ്ടിരിക്കുക. തെറ്റാണിത്, ഇപ്പം മൊത്തം എന്തോ പണി പാളിയിട്ടുള്ളത്. വലിയ കർഷകനാണ് നമുക്ക് തന്നതല്ലേ ഇത്. പിക്കിൾ നാരങ്ങയൊന്നും പറ്റല്ലേ തന്നത്. ഇതിപ്പോ എന്താണെന്ന് അറിയില്ല. മുസമ്പിട മാതിരി എന്നൊക്കെ അതിന് പേര് പറയുന്നത്. പക്ഷെ പിക്കിൾ നാരങ്ങ തന്നെയല്ലേ എന്ന് പറഞ്ഞത്. എന്താ മാതോളി തന്നെ. പിന്നെ അവരെന്തേ അങ്ങനെ പിക്കിൾ എന്നൊക്കെ പറഞ്ഞു തന്നെ. മത്തി അവിടെ കിട്ടിയില്ല, മത്തിയുണ്ട്, മറവിനുണ്ട്. അപ്പൊ ഇന്ന് എന്തെങ്കിലുമൊക്കെ ആക്കി മുറിച്ചെടുക്ക്, അത് നോക്കാം. എൻ്റെ പണി നോക്കട്ടെ. അപ്പം മത്തി കേട്ടാ, മത്തി ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ മുതൽ കാണുന്നുണ്ടായിരുന്നു മത്തി. അപ്പൊ ഈ പുറത്തുനിന്ന് തന്നെ ഭക്ഷണം കഴിക്കുമ്പോഴേ നമുക്ക് വീട്ടിലെ ഭക്ഷണം കഴിക്കുമല്ലോ, അന്നേരം ആഗ്രഹം വരും. ഞാൻ ഇങ്ങനോട് പറയുന്നു, അയ്യോ എൻ്റെ ഇപ്പൊ ഇത്തിരി ഉണക്ക ചെമ്മീൻ ചമ്മന്തിയും കൂട്ടി ഇത്തിരി ചോറ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ പറയുമായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ പണ്ടത്തെ പോലെ കേട്ടോ, ഹോട്ടലിൽ എത്രയും നമുക്ക് കിട്ടിപ്പോയാൽ കിട്ടിയത് തന്നെ. പക്ഷെ ഒരു 2-3 ഹോട്ടൽ തമിഴ്നാട്ടിൽ പിന്നെ നമ്മളെ മറ്റേ ആ പൊന്നിയേരിയൊക്കെ ആണല്ലോ, വേറൊരു തന്നെ അരിയാണല്ലോ. അപ്പൊ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കഴിക്കൽ തന്നെ. അപ്പൊ നമുക്ക് നമ്മുടെ നാട്ടിലെ ഭക്ഷണം നമ്മൾ വല്ലാണ്ട് മിസ് ചെയ്യുമല്ലോ. അപ്പൊ ഞങ്ങള് മത്തി കാണുമ്പോ ഞങ്ങൾ പറയണം, അയ്യോ മത്തി മത്തി മത്തി. ഞാനിട്ട് അയ്യോ എനിക്ക് ഉണക്ക ചെമ്മീൻ ചമ്മന്തിയെ കൂട്ടി ചോറ് ഇങ്ങണ കാര്യമൊക്കെ ആയിരുന്നു ചിന്തയിലുണ്ടായത്. അപ്പൊ ഇനിയിപ്പം മത്തി മുറിച്ചെടുക്കട്ടെ കേട്ടാ. മോശിക്കാന്ന് തോന്നുന്നു. ഓ ഈത്തപ്പഴത്തെ കൊണ്ടൊന്ന് കഴുകിയെടുക്കണം. അവിടെ നിന്ന് ഇതൊന്നും കണ്ടില്ലല്ലോ, അവിടെ നിന്ന് ഇതൊന്നും കണ്ടില്ലല്ലോ. വെച്ചടിക്കണ നമ്മളെ ഈത്തപ്പഴം നമ്മളെ നാട്ടിൽ നമ്മളെ വീട്ടിൽ വന്നില്ലെന്ന് അല്ലെന്ന്, അതാന്ന് കേട്ടാ. അപ്പോഴും ടേസ്റ്റ് അല്ല അല്ലേ. ഞാൻ വെച്ച് മാടിപ്പോകുന്നു, ഒന്നും ആവൂല അല്ലേ ഇത്. അപ്പതാ നമ്മൾ ഇന്നലെ കണ്ട അതേ മത്തിയല്ലേ വിവേ. ഒരു മാറ്റമൊന്നും ഇല്ലല്ലേ. നിങ്ങൾക്കൊന്ന് ചരിച്ചു നോക്കണ മാറ്റം ഉണ്ടെന്ന്.
പളപ്പം മത്തി പളപ്പനാണ് കേട്ടാ. ഇത് പിടക്കണ മത്തി കണ്ട. അപ്പൊ അതൊന്ന് കറി വെക്കട്ടെ. എന്താ പറഞ്ഞേ? മക്കളെ പോയിട്ടിന്ന് പറയാ. അപ്പൊ മക്കളെ പോയിട്ടാണ് നമ്മളിന്ന് കഴിക്കാൻ പോണത്. ഇത് മത്തി ഇത്രയും വേണ്ട മത്തി നമ്മൾക്ക് ഈ അടുത്തൊന്നും കിട്ടിയില്ല. നമുക്ക് കിട്ടലില്ലല്ലോ ഇപ്പൊ കൊറേ ആയില്ലേ. ചെറിയ ഈ കടലില് മത്തി ഉണ്ടായില്ല. എല്ലാം ചെറിയ മത്തിയായിരുന്നു. പക്ഷെ വലിയ മത്തി വന്നിട്ടുണ്ട്. മുബീന അവിടെ. മുബീന ഞാൻ വന്ന്. മുബീനെ സൂം ചെയ്തിട്ടുണ്ടടി. നിന്നെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. കാണിക്കുന്നോട്ട് കാര്യമില്ല, നീ കണ്ടുപോയി. ഇനി രക്ഷയില്ല. ഇനി നമുക്ക് ബാക്കടിക്കാം. ഞങ്ങൾ ഇന്നലെ 11:30 ആയപ്പോ എത്തി. എന്തടി ഏന്ന് നീ എന്താ എത്തണ്ടേ ഞങ്ങൾക്ക് ഞങ്ങളെ നാട്ടില്? 11:30 ആയപ്പോ എത്തി. ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പൊ അരി എടുത്ത് അങ്ങോട്ട് ഇട്ടിട്ടെ. ഷവർമ്മ ഇന്നലെ കഴിച്ചപ്പോ ഭക്ഷണം വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് കാറിലിരുന്ന ആളാണ്. നോക്കുമ്പോ ഇറങ്ങി വന്നിട്ട് വെറുതെ ഷവർമ്മ മേടിച്ച് വന്നിട്ട് കൊളായി. അതും പോയി. ആങ്ങളെ വർത്താ ഒരാൾക്ക് ഭക്ഷണം വേണോ വേണ്ടത് ഒരു പ്ലേറ്റ് തന്നെ വാങ്ങിച്ച് കഴിക്കളിയാ. അപ്പൊ പിന്നെ ഒരു പ്ലേറ്റ് പോരട്ടെ. കഴിക്കാൻ വേണ്ടി ഒരു മൂടുമില്ല. നമ്മള് പലതും കഴിക്കാൻ. പിന്നെ ഒരു നൂഡിൽസ് മാത്രമേ ഈ പറഞ്ഞ പോലെ ഇത്തിരി ഒരു ടേസ്റ്റിൽ കിട്ടുന്നുള്ളൂ അല്ലേ. ഫ്രൈഡ് റൈസും തമിഴ്നാട്ടിലെ പോക്കാന്ന് തോന്നുന്നു. വേറൊന്ന് ബിരിയാണി ബിരിയാണി ആ മുട്ട മാത്രം എടുത്തിട്ട് കഴിക്കാൻ നല്ലതാ. അതല്ലാണ്ട് രക്ഷയില്ല. രക്ഷയില്ലട്ടാ. എങ്ങനെയാകുമ്പോ അവർക്ക് ഓരോ നാട്ടിലെ രീതികളാണല്ലോ. അവിടെ ഷവർമ്മ കുറവാന്ന് തോന്നുന്നല്ലേ അങ്ങോട്ട് അല്ലെ? നമ്മള് കണ്ടിട്ടില്ല ഷവർമ്മ കണ്ടിട്ടില്ല. വല്യമ്മ പറഞ്ഞാണ്. വല്യമ്മ കുരുവൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ. തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നാരങ്ങയല്ലേ എന്നാ വല്യമ്മ പറഞ്ഞത്. അതിന്റെ കുരു അങ്ങോട്ട് എടുത്ത് വെക്കാം. ഇത് നമ്മളെ നാട്ടിലുണ്ട് നാരങ്ങ. പക്ഷെ നമുക്ക് എന്താണെന്ന് അറിയില്ല അല്ലെ. എന്നാലും വല്യമ്മ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നാരങ്ങേന്റെ കുരു എടുത്തിവിടെ വെച്ചിട്ടുണ്ട്. വല്യമ്മക്ക് പോകുമ്പോ കൊണ്ടുപോകാനോ. അല്ല അവിടെ മുളക്കട്ടെ അല്ലേ? പിടിച്ചോ. ഞാനിതാ മീൻ നന്നാക്കാൻ പോയിട്ടോ. അപ്പൊ വല്യമ്മ അവിടെ നിന്ന് നാരങ്ങേന്റെ അടുത്തുനിന്ന് വന്നതാ. ഇപ്പൊ ബീൻസും വറവിനുള്ള സാധനം അരിയാനുള്ള ഇത് കയറിയിട്ടുണ്ട്. അവിടത്തെ ചേട്ടനിത്ത് ഇവിടെ തെറ്റിയിട്ട് വന്നതാണാ. വല്യമ്മ നാരങ്ങ എരിയനടുത്തുനിന്ന് രണ്ടാളും കൂടി തെറ്റി വന്നതാ. ഞാൻ ചേച്ചേനത്തി കൂടി തെറ്റലുണ്ട് ഇടക്കിടക്ക്. അട്ടക്കാട്ടിച്ച് പിരിയും. അപ്പൊ അങ്ങനെ തെറ്റിയിട്ട് അവിടുന്ന് അമ്മ ഇങ്ങനെ ഇങ്ങോട്ട് വായിച്ചോന്ന് അറിയില്ല. അതുകൊണ്ട് ഇവിടെ ഞാനൊരു പണി ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നായിരുന്നു ഞാൻ മതി എന്ന് പറഞ്ഞിട്ടാ. അപ്പൊ ഞാനിതാ മത്തി മുറിക്കാൻ പോയിണ്. അപ്പൊ ഇനി മത്തിയൊക്കെ മുറിച്ചിട്ട് കാണാം. അവിടെ നാരങ്ങയും വരട്ടെ എന്നിട്ട് ഒന്നിച്ച് കാണാം. അപ്പൊ ഞാനിത് മത്തിയൊക്കെ മുറിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. മത്തിക്കറി കാണിക്കാനാണോ എന്ന് ചോദിക്കട്ടെ. മത്തിക്കറി ഒന്നുമില്ല. അപ്പൊ ഇതാ പിന്നെ നമ്മളെ നാരങ്ങ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല. ഒരു തൊടുകറിക്കുള്ളതായി എന്തായാലും. മത്തിക്കറിയും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ വറവും ഉണ്ട്. ഇത് കുഴപ്പമില്ല. ഇപ്പം ഇങ്ങനെ ഉണ്ട്. ഇതെന്താ ആവുമെന്നും അറിയില്ല കേട്ടോ. ഒരു ഐഡിയ ഇല്ല കേട്ടോ. എങ്ങനെയെങ്കിലൊക്കെ അമ്മ അവിടെ നിന്ന് വെളുത്തുള്ളിയൊക്കെ നന്നാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ മത്തിക്ക് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം വറവിന് ഇതിപ്പോൾ നമ്മൾ തേങ്ങയും മുളക് അരക്കാൻ പോകും കേട്ടോ. അവയപ്പൊക്കെ തീരെ ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് ഈ തേങ്ങയും മുളക് അരക്കൽ. എവിടെയെങ്കിലും യാത്രയൊക്കെ പോയി വന്നു കഴിയുമ്പോൾ പിന്നെ ചോറും കറിയൊക്കെ വെക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. കാരണം ആ ഒരു സ്വാദിലൊക്കെ കൂട്ടാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പം എന്തായാലും തേങ്ങയും മുളകും അരച്ചിട്ട് ഒരു മത്തിക്കറി. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അച്ചാറിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചാണ്. കഴിഞ്ഞു. ഇവിടെ എൻ്റെ പരിപാടി. ഇതെന്താ സാധനം എന്നറിയോ? ഇത് വേറെ ഒന്നുമല്ല കേട്ടോ. നമ്മളെ കഞ്ഞി വെള്ളത്തിൻ്റെ തെളിയിൽ ഇത് നമ്മളെ പുളി എടുത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കണതാണ് കേട്ടോ. പഴംപുളി. ഇത് നമ്മളെ നാരങ്ങക്കറിക്ക് വേണ്ടിയിട്ട് ഇട്ട് വെച്ചതാണ്. കുരുവൊക്കെ ഉള്ളതായതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ അതിന് വറവാക്കട്ടെ കേട്ടോ. വറവിന് എല്ലാം പച്ചന അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ചില നേരത്തെ എൻ്റെ പരിപാടിക്ക് ഇങ്ങനെയാണ് കേട്ടോ. അതാണ്ട എല്ലാം അങ്ങോട്ട് ഇടും. കാരണം എന്നറിയോ, നനഞ്ഞ വേപ്പലാണെങ്കിൽ ഇത് ഇട്ടിങ്ങനെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ അങ്ങോട്ട് എല്ലാം വറവിന് അങ്ങോട്ട് ഇട്ടേക്കാണ്. പച്ച എണ്ണ ഉള്ളിയും പച്ചമുളകും ഉണ്ട്. ഇനി അതൊക്കെ മുളക് പൊടി മഞ്ഞപ്പൊടിയൊക്കെ ഇടും. മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ്, മത്തിക്കറി തിളച്ചിട്ടുണ്ട്. മത്തി രസം ഉണ്ടെങ്കിൽ മത്തിക്കറി വേണം. രസം ഉണ്ടാകുന്നില്ല. പറയട്ടെ. മത്തിക്കറി അടിപൊളിയായിട്ടുണ്ട്. നല്ല രസമുണ്ട്. അപ്പം ഇത്
ശരിക്കും പറയുന്നത് തലേന്ന് അല്ലേ, തലേന്ന് ഇന്ന് വെച്ചിട്ട് നാളെ കൂട്ടണം കേട്ടോ. അത് നമ്മള് സാമ്പാറൊക്കെ പോലെ, സാമ്പാർ പുളിങ്കറിയൊക്കെ പോലെ നല്ല രസമുണ്ടാവും. മത്തി നല്ല സൂപ്പർ മത്തി. അപ്പൊ എന്തായാലും മത്തിന്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മളെ നാരങ്ങ കറിയാണ്, അച്ചാറാണ്, ഞങ്ങൾക്ക് തന്നെ അറിയില്ല ഞങ്ങൾ എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നുണ്ട്. എന്തെങ്കിലും കാണിച്ചു കൂട്ടവാ. അപ്പൊ ഇനി നമ്മളെ കാര്യപരിപാടിയിലേക്ക് കടന്നേക്കേണ്ടതാ. കുറച്ച് സാധനമേ ഉള്ളൂ ഇവിടെ. അപ്പൊ അതുകൊണ്ട് ഇതാ ഇത്തിരി വെളുത്തുള്ളി, ഇത്തിരി ഇഞ്ചി, ഇത്തിരി പച്ചമുളക്, ഇത്തിരി വേപ്പില, പുളി അല്ലേ, നമ്മളെ ചട്ടി അടപ്പത്തും ഉണ്ട്. അപ്പൊ ഇനി ഇതെന്തായാലും ഇതെന്താണ് ഇനി എല്ലാം ഇടിയുണ്ടാ എന്തെങ്കിലൊക്കെ ചെയ്യണ്ട. അതിനകത്തേക്ക് മുളക് പൊടി ഇട്ട് ഇത് നല്ലതാണെങ്കിൽ മാത്രം ഞാൻ അനുകരിക്കാൻ പറയുള്ളൂ, ഇല്ലെങ്കിൽ അനുകരിക്കാൻ പറയില്ല. ലാസ്റ്റ് പറയും ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണമെന്ന്. ഇപ്പൊ ഒന്നും അറിയില്ല, നാരങ്ങ ഏതായിട്ടൊന്നും അറിയില്ല. പിന്നെ നമ്മള് അത്രയും ദൂരത്തുനിന്ന് ട്രാവൽ ചെയ്ത് വന്ന ഒരു നാരങ്ങന ഇവിടെ കൊണ്ടുവന്ന് കളയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ എന്തായാലും അതിനെ കറി വെച്ച് കൂട്ടും. അച്ചാറല്ല കേട്ടാ, അച്ചാറാണെന്ന് പറയുന്നില്ല കേട്ടോ. അച്ചാറ് നമ്മളെപ്പോഴും ഇതല്ലേ. അപ്പൊ നമുക്ക് ഇതൊരു കറി പോലെ വെക്കാനാണ് ഞങ്ങളുടെ ഉദ്ദേശം കേട്ടാ. കറി ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ്. അറിയില്ല. മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇട്ടു ഇതിനകത്ത് കറിയിലൊക്കെ. അമ്മപ്പ എന്തെങ്കിലും ആവട്ടെ. മല്ലിപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് പിന്നെ ചട്ടി ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. മത്തിക്കറി എന്തായാലും ഉള്ളത് കൊണ്ട് ഒരു പ്രതീക്ഷ. ഇതാ മത്തിക്കറി നല്ല പച്ചമാങ്ങ ഇട്ടായിരുന്നു മത്തിക്കറിക്ക്, പൊളിച്ചേനെ. അപ്പോൾ ഇതുണ്ട്. കടുക് പൊട്ടിക്കണ്ട അല്ലേ, അത് കയ്യെ പൊട്ടിച്ച് കയ്യോടെ കടുക് പൊട്ടിച്ചിരുന്നെങ്കിൽ മാറ്റിയിട്ട് കടുക് പൊട്ടിക്കാം. ഓക്കെ, വെളുത്തുള്ളി ആകണം. നാരങ്ങ കറിയാക്കാൻ അങ്ങനെ അത്ര വലിയ പരിചയമില്ല. എന്നാലും നമ്മളെ നാരങ്ങ ഇവിടെ ആയ നാരങ്ങ നമ്മക്കല്ലേ. അച്ചാറല്ലാണ്ട് ജിതേച്ചി എന്നൊരു കറി പോലെ. ഇത് ആരാ അനുകരിക്കരുതെന്ന് പറയേണ്ടിയിരുന്നത്, ഓർമ്മയൊക്കെ പോയിട്ടാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണണം. എന്തായാലും ഓർമ്മ ഉള്ളതുപോലെയൊക്കെ അങ്ങോട്ട് പോട്ടെ. എന്താക്കായാലും ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് അല്ലാണ്ട് നമ്മൾ എന്താ ചേർക്കണ്ടേ? ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ ഈ ഐറ്റം, പിന്നെ മുളക് പൊടി, മഞ്ഞപ്പൊടി ഒക്കെ തന്നെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചൊരു ഐറ്റം ആവോ നോക്കാം. അണ്ണേ എന്ന് പറയുന്നേ വെറുതെ ഒരു പണിയാക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് വന്നതാന്ന്. പുള്ളി പറിച്ചത് കൊണ്ടുവന്നല്ലേ അപ്പ, പുള്ളി അതിൻ്റെ ഇടക്കുന്ന് പറിച്ചു കൊണ്ടുവന്നത്. അവിടെ ഫ്രഷ് കപ്പങ്ങ എന്താകുമ്പോ അത് ഭയങ്കര ടേസ്റ്റ് ഇട്ടാ. വെളുത്തുള്ളി വാടിയപ്പോ ഇതങ്ങോട്ട് ഇട്ടല്ലേ, ഞാൻ വരുന്നതിന് ഇതൊക്കെ ഇടട്ടാ. അപ്പൊ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടിയൊക്കെ പെരക്കിയ ഇതങ്ങാട് ഇട്ടിട്ടുണ്ട്. അറിയില്ല എന്നാലും ഞങ്ങൾക്കറിയാക്കും. പഴയ ഒരു ഊഹാബോഹത്തിൽ അങ്ങോട്ട് പോവുകയാണ്. പുളിവെള്ളല്ലേ ഇത്? രണ്ട് വാടണമായിരുന്ന ഇത്, പുളി വാട്ടണമായിരുന്ന പഴുക്കൊരു വാട്ട എന്നിട്ട് പുളിവെള്ളം, ഉപ്പ്, വെള്ളം ഒഴിക്കാനുണ്ടോ? പുളിവെള്ളമല്ലേ, പുളിവെള്ളം അങ്ങോട്ട് ഫുള്ളും കൂടെ ഒഴിക്കുക അല്ലേ. വേറെ ഫുള്ളും കൂടെ ഒഴിക്കുക. അരിച്ചു അടിയിൽ പൊടി ഉണ്ടാവും. ഓക്കെ, ഏകദേശം പരിപാടി. ഇതിൽ വെല്ലമൊക്കെ ചേർക്കുമ്പോൾ ഇതിലാവട്ടെ സാധനം. കാണുമ്പോൾ വിചാരിക്കണ്ടായി കൊളാക്കിന്നൊന്നും പറയണ്ട, പക്ഷേങ്കിൽ നമ്മൾ ശരിയാക്കി എടുക്കും. ഇനി വേറെ രീതിയിലൊക്കെ ഇത് വെക്കണമെങ്കിൽ എന്തായാലും നിങ്ങൾ പറയുന്നുള്ള വിശ്വാസത്തിലാണ് ഇരിക്കുന്നത്. കമൻറ്റുകൾ ഞാനിങ്ങനെ വായിച്ച് ഇനിയോ അഥവാ എപ്പോഴെങ്കിലും തമിഴ്നാട്ടിൽ പോകണ്ടെങ്കിൽ ഞങ്ങളിത് ആ ഒരു രീതിയിൽ പറിച്ചു കൊണ്ടുവരും. അപ്പം ആ രീതിയിൽ തന്നെ വെക്കും. ഇതിപ്പോൾ നമുക്കൊരു അറിവില്ലായ്മയുണ്ട്, അതാണ്. ഈ ഒരു നാരങ്ങ കണ്ട പോലെയല്ല, മുറിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ പ്ലാനൊക്കെ മാറിപ്പോയി. അതാ പറ്റിയത്. മറ്റേ ഒരു തരമാണെന്ന് ആദ്യം വിചാരിച്ചത്, ഇങ്ങനെയാണ്. ശരിയില്ല എന്ന് നമുക്കറിയില്ല, ഇതെങ്ങനെയാണ് വെക്കണേന്ന് നമുക്ക് അറിയില്ല. നാരങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാലം. അല്പം ആൾക്കാർ പറയും നാരങ്ങ അത് കറക്റ്റ് ആണെന്ന് പറയും.
ഇനി വളരാനുണ്ടോയെന്നും അറിയില്ല. വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട് അതിനിടയിൽ കൂടി. വേഗം നാരങ്ങ വേകാനുള്ള വെള്ളം ഒഴിച്ചല്ലേ? ഈ ഒരു ഭാഗത്ത് വെള്ളം ഒഴിച്ച് ഞാൻ അവിടെ വേകട്ടെ. തോലിന് വരെ അങ്ങനെ കയ്പില്ല അല്ലേ? ഇതണ്ടാ മോശമില്ല. അത് മറ്റേ പണ്ടാര കയ്പാ. ഇത് അടിച്ചിങ്ങനെ ഒന്ന് തിന്നാൻ പറ്റുന്നുണ്ട്. ഇത് നമ്മളെ വെല്ലം ഉള്ളി ഉണ്ടാന്നാവോ? കുറേ ആയി വെല്ലം നോക്കിയിട്ട്. ആ ഉണ്ട് ഉണ്ട് വെല്ലമുണ്ട്. ഓക്കെ വെല്ലം അത് പൊട്ടിച്ചു. എന്താ ചേർക്കാൻ മറന്നുപോയി എന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കിടക്കണം. ഇത് മൂടി വെക്കണ പാത്രത്തിനായിരിക്കും. 2 നടത്തം നടന്ന് എന്തോ ചേർക്കാൻ മറന്നുപോയി എന്നും പറഞ്ഞു. അതാ പറ്റില്ല പറ്റില്ല പറ്റില്ല. മറ്റേത് ഇതെടുത്തോ. ഇത് വറവാട്ട. വറവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. അന്വേഷിച്ചിടുന്ന സാധനം കുരുമുളക് പൊടി അങ്ങോട്ട് ഇടുന്നുണ്ട്. പിന്നെ മണമൊക്കെ വരുന്നുണ്ടല്ലേ? കുരുമുളക് പൊടി അങ്ങോട്ട് ചേർത്തിട്ടില്ല. അപ്പോഴേക്കും മണം വന്നു. അടിച്ചു കിട്ടേണ്. ഉണക്കമുളക്. വെല്ലം ഇട്ടിട്ടില്ല കേട്ടോ. വെല്ലം അവിടെ കിടന്ന് ആവട്ടെ കേട്ടോ. അപ്പം നമ്മൾ വെല്ലം ജോയിൻ ചെയ്യാൻ സമയമായി. വെല്ലം അങ്ങോട്ട് കയറുന്നുണ്ട്. ചിട്ടോക്ക് എന്നിട്ട് മധുരം നോക്കിയിട്ട് വേണം കിട്ടാൻ. ഓക്കെ നോക്കട്ടെ കേട്ടോ. മധുരം ആവശ്യാനുസരണം ഇടാം. ശരിക്കും ഇപ്പം ഒരു മണമൊക്കെ വരുന്നുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ചെരുപ്പൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇപ്പം എത്തിയേട്ട വട്ടി. വേപ്പല പറിക്കാൻ വന്നപ്പോഴാണ് അവനെ കണ്ടത്. അവനാണോ മോളാണോന്നൊന്നും അറിയില്ല. വേപ്പല പറിക്കട്ടെ ഏട്ടാ. താളിക്കാൻ നമുക്ക് വേപ്പല വേണം. നമ്മളെ വേപ്പല ഇതാ വന്നിട്ടുണ്ട്. കറി ഏകദേശം എന്താ നാരങ്ങ കറി കണ്ടീഷനായിട്ട് വരുന്നുണ്ട്. നോക്കിക്കോ ആദ്യം നോക്കട്ടെ. നോക്കി നോക്കിയേ. രസമുണ്ടാ? കയ്പുണ്ടാ? എന്നാ വെല്ലം ഇട്ടോ. രസമുണ്ട്, കയ്പുണ്ട്. അപ്പോൾ വെള്ളത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാം. വെല്ലം ബാക്കിയുള്ള വെല്ലമൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത്തിരി ഉപ്പ് കിട്ടും. പക്ഷെ സംഭവം ടേസ്റ്റ് കേട്ടാ. കൊള്ളാട്ടാ. കണ്ടോ നമ്മളെ തമിഴ്നാട്ടിലെ നമ്മൾ നാരങ്ങനെ കുറ്റം പറഞ്ഞ് നാരങ്ങ സൂപ്പറായിട്ടുണ്ട്. ലേശം അഡ്ജസ്റ്റ്മെൻറ്റ്. ഉപ്പ് പുളി ഇട്ടിട്ടില്ല. വെല്ലം ഒക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ലാസ്റ്റത്തെ അഡ്ജസ്റ്റ്മെൻറ്റ്. ഇനി താളിച്ചൊക്കെ ഇട്ട് കഴിയുമ്പോൾ കിടിലാവട്ടെ. പീസ് വാടിയാന്നൊന്ന് നോക്കട്ടെ കേട്ടോ. പീസ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അടിപൊളിയായിട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ട്. അച്ചാർ പൊടിൻ്റെ ഒന്നും ഇടരുത്. അച്ചാർ പൊടി ഇട്ടാലും സംഭവം മാറിപ്പോവും. പക്ഷെ ഇത് കറി ഇത് കൊള്ളാം. അവള് ചെയ്യും. വേണമെങ്കിൽ ഒരു പൊടിപ്പൊടി വെല്ലം ഇട്ടാലും കുഴപ്പമില്ല. ഉരുകി തീർന്ന വെല്ലം ഇല്ലെങ്കിൽ ഇത്തിരി പഞ്ചസാര കൊള്ളാം. ആ കയ്പിനെ ഒന്നും കൂടി ഒന്ന് മാറ്റി നിർത്തിയാടല്ല പൊളിക്കും. സൂപ്പറായിട്ട്. എന്തായാലും നമ്മൾ പറഞ്ഞായാലും നമ്മളെ സാധനം അടിപൊളിയാണ്. ഇതെവിടെ പോയി ക്യാരറ്റ് അരിയാൻ വേണ്ടി തന്നിട്ട് ആള് മുങ്ങിയേട്ടാ. ഒരു നടത്തൊക്കെ നടന്ന് ബന്ധു വീട്ടിലൊക്കെ കേറിയിട്ടാ വന്നത്. ഇതൊക്കെ പോകും. നോക്കിയ അല്ല പറഞ്ഞ പേട്ട നാരങ്ങ പൊട്ട നാരങ്ങ എന്നല്ലോ. നോക്കിയ നാരങ്ങ കറി നോക്ക്. വായിൽ വെച്ചോക്ക്. വെച്ചോക്ക്. പാചകക്കാരത്ത് കൈ തരുന്നില്ല അല്ലേ? അതുകൊണ്ട് വിടുന്നില്ല. ഞാൻ വിചാരിച്ചു നാരങ്ങ അരിയാന്ന് നിന്നപ്പോ രണ്ടാളും കൂടെ തെറ്റിയിരുന്നു. അപ്പൊ നോക്ക്. വലിയ കൊടുക്ക്. പഴയ പാചകക്കാർക്ക് അങ്ങോട്ട് അടിപൊളി. അപ്പൊ ഒന്നും കൂടി ഒന്ന് കുറുകട്ടെ അല്ലേ? നാരങ്ങ വെന്തേ? അത് കുഴപ്പമില്ല. എരിവ് എന്തായാലും വേണം. നോക്കിയ നാരങ്ങ ഒന്നും കൂടി ഒന്ന് കുറുകി ഫൈനൽ ലുക്ക് താളിച്ചൊക്കെ ഇട്ടതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. ഇതാ താളിക്കൽ പരിപാടിയാണ് കേട്ടോ. ഇനി താളിച്ചും കൂടി വന്നിട്ട് കഴിഞ്ഞാൽ
അപ്പം നമ്മൾ ലാസ്റ്റ് ഇതാ താളിക്കൽ പരിപാടി കൂടി അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ. ഇനിയാണ് കളർഫുൾ സാധനമാവുക. ഓക്കെ 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 അതോടെ വെച്ചാൽ മത്തി പൊരിക്കാം. അപ്പം നമ്മളതാ അച്ചാറ് ഇതാ ഫൈനലായിട്ടാ. ഇപ്പം നിങ്ങൾ എന്തായാലും കാണുമ്പോൾ എന്തായാലും ഭംഗി തോന്നുന്നുണ്ടെങ്കിൽ ടേസ്റ്റും സൂപ്പറാട്ടാ. ഇതാ ഇത് നാരങ്ങ കറി. അച്ചാർന്ന് ഞാൻ പറയില്ല, കറിയാണ്. നമ്മൾ അച്ചാർ കൂടിയോ കാര്യം ഒന്നും ചേർത്തിട്ടില്ല. പക്ഷെ ആദ്യം വിചാരിച്ച പോലെയല്ല, സൂപ്പറാണ്. ആകുമെന്ന് വിചാരിച്ചില്ല. നാരങ്ങ കണ്ടപ്പോൾ ഒരു പേടിയായിട്ടാണ്. എന്താണ് നാരങ്ങേൻ്റെ ഭാഗതയാണോ എന്താണെന്ന് അറിയില്ല. ഇപ്പൊ അടിപൊളി അച്ചാറാണ്. അച്ചാർന്ന് തന്നെ പറഞ്ഞു വന്നിട്ടാ. നാരങ്ങ അടിപൊളി കറിയാണ്. അപ്പൊ നാരങ്ങ കറി ഒന്നും പറയാനില്ല, പുളിയായിട്ട്. ഇപ്പൊ ഷർട്ട് ഇട്ടിട്ടുണ്ടല്ലോ അല്ലേ? എന്നാ നോക്ക്. ചൂടുണ്ടാന്ന് അറിയില്ല. ഇപ്പൊ ഒന്ന് ഊതട്ടെ. ഒന്ന് ഊത്. കഴിക്കണമെങ്കിൽ ഊതി കഷ്ടപ്പെട്ട് കഴിക്കണം. കഴിക്കട്ടെ. ഇനി നിങ്ങൾക്ക് തന്നില്ല എന്ത് ചൂടിപ്പാ. ഊഫ്, ഏണ്ട് നല്ല ടേസ്റ്റില്ലേ? അടിപൊളി സാധനം കേട്ടോ. എന്തായാലും പൊളിച്ച് സൂപ്പറായിട്ടുണ്ട്. സത്യം പറഞ്ഞാട്ടാ സൂപ്പറാണ് കേട്ടോ. ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. ഇനി കഴിക്കുമ്പോൾ കാണാം. അപ്പം മത്തിക്കറിയും അച്ചാറും വറവും ഉരുണ്ട് പൊരിച്ചത്. ഇതാ ഒരു ഊണ്, ഉച്ചക്കലത്തെ ഊണ് സെറ്റായിട്ടാ. TV സെറ്റാക്കി കഴിച്ചോ. ഒരു പിടി എല്ലാം കൂടി കൂട്ടി ഒന്ന് കുഴച്ചടിച്ചേ. മത്തി നല്ല രസമുണ്ട് കേട്ടോ. ആ നല്ല രസമുണ്ട് മത്തി. ഇന്നലെ മത്തിനെ പറ്റിച്ചോല്ലോ ഇവര്. മത്തിനെ പറ്റിച്ചതാണോ ഇവര് പറ്റിയതാണെന്ന് അറിയില്ല. കഴിച്ചോ. എങ്ങനെ ഉണ്ടെന്ന്? അടിപൊളിയല്ലേ? ഇന്ന് അച്ചാറും ഇങ്ങനെ കഴിക്കുന്നേ നിങ്ങളെ. ഉരുളാക്കുന്നുണ്ട്. ആ അങ്ങനെ ഉരുളിക്ക് ഏത് ഭാഗമാണ് നിങ്ങളെ കിട്ടണത്? അയ്യോ ഏഴില്ലാത്തതല്ല കഴിയുക. അതാ കൊറേ ദിവസമായി അണ്ണന്മാരെ ചോറ് തിന്നല്ലേ. കുറേ ദിവസമായി നമ്മൾ ചിക്കൻ പറഞ്ഞാൽ നല്ല രസമുണ്ട് കേട്ടോ. ഞാനിപ്പോൾ പോയി ചോറ് എടുക്കും. അപ്പം ഇനിയാണ് എൻ്റെ പ്രധാന കലാപരിപാടി നടക്കാൻ പോകുന്നത്, നിങ്ങളെ കൊതിപ്പിക്കൽ പരിപാടി. അപ്പോൾ നല്ല മത്തിക്കറി, നല്ല ഇണറൊക്കെയുള്ള മുട്ടയൊക്കെ ഉള്ള, ഞങ്ങളുടെ ഭാഷയിൽ അങ്ങനെ പറയാം കേട്ടോ, മുട്ടയൊക്കെ ഉള്ള നല്ല മത്തിക്കറി അങ്ങോട്ട് ഒഴിച്ച്. ആ മുട്ട മുഴുവൻ എനിക്ക് കിട്ടിയല്ലോ ഭഗവാനെ. ഇതേ എനിക്കില്ലേ തക്കാളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മത്തിക്കറിയില്ല. അപ്പം തക്കാളി അങ്ങാട് അതിൻ്റെ മേലെ അങ്ങാട് വെച്ച്, അത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടാവില്ല ആർക്കും. എന്നിട്ട് ഈ തക്കാളി ഇങ്ങനെ എടുത്തിട്ട് അതും തിന്നും. ഇനിയാണ് നമ്മളെ മെയിൻ സാധനം എന്താ, നമ്മളെ നാരങ്ങ കറി കേട്ടോ. ഞാൻ ഈ കറി എന്ന് പറയുന്നതിന് പകരം അച്ചാർ എന്ന് പറഞ്ഞാൽ ഉട്ടനീളം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പക്ഷേ എങ്കിൽ അതങ്ങനെ ഓൺ വോയിസ് ആയതുകൊണ്ട് അതങ്ങനെ പറഞ്ഞു പോയി. ഇനിയിപ്പോൾ മാറ്റാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ എടുത്തുനിന്ന് മാറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അറിയാം, ഇത് അച്ചാറല്ല, എന്തായാലും ഒരു കറി തന്നെയാണ്. നിങ്ങൾ എന്തായാലും കണ്ടതാണല്ലോ. അപ്പോൾ ഇതൊരു കറി തന്നെയാണ്, അതതിൻ്റെ പ്രത്യേകത. ഇനി നമ്മളെ വറവ് കേട്ടോ. അപ്പോൾ നമ്മളെ എന്നാണ് ബീൻസും ക്യാരറ്റുമാണ് കേട്ടോ. അതാ കണ്ടോ, അതിനെ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു സൈഡിൽ കൊള്ളിക്കാം. ഇതും ഇങ്ങനെ അങ്ങോട്ട് വെച്ച് ഇനിയൊരു സാധനം കൂടി ഉണ്ടല്ലോ. ഇനിതാ പേരിനൊരു പൊരിച്ചത്, ഇതൊന്നും ആവശ്യമില്ല, എന്നാലും ഒരു വറുത്തത് അവിടെ അങ്ങനെ ഇരുന്നോട്ടെ. ഇപ്പം എങ്ങനെ ഇരിക്കണം, ഇപ്പം എങ്ങനെയുണ്ട്? നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട് തന്നെ ഒരു ലുക്കുണ്ട്. ഇതാ ഇങ്ങനെ അച്ചാറ് ഇതൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മളെ ഊണ് നല്ല ഒരു ഊണാണ് കേട്ടോ. ഇപ്പോൾ ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ ഇതുപോലൊരു ഭക്ഷണമൊക്കെ ആക്കി കഴിക്കുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ ഇതൊരു പിടുത്തം ഞാൻ പിടിക്കാൻ പോവുകയാണ്, കുഴച്ചടിക്കാൻ പോവുകയാണ്. എന്താ ആദ്യം നമ്മൾ അച്ചാറിട്ടാ, ഇതൊരു രക്ഷയിലിട്ടാ ഭയങ്കര ടേസ്റ്റ്. എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അച്ചാറൊക്കെ ഇങ്ങനെ കൂട്ടി കുഴച്ച്, നമ്മളെ മത്തിക്കറി ഇങ്ങനെ കൂട്ടി കുഴച്ച്, വറവൊക്കെ ഇങ്ങനെ എടുത്തിട്ട് നമ്മളെ പൊരിച്ചതും അങ്ങാട് ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട്, എന്നിട്ട് ഇങ്ങനെ ഒരു പിടുത്തം അങ്ങോട്ട് പിടിച്ച് സ്ഥിരം പരിപാടി. അയ്യോ എൻ്റെ അമ്മേ ഒരു രക്ഷയിട്ടാ. അച്ചാറിനൊന്നും കൂടി ഇതങ്ങാടൊരു വീടുള്ള ഇങ്ങനെ ഇങ്ങനെ ആട്ടി 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 ഇതാ ഇങ്ങനെ ഇങ്ങനെ പൊളി പൊളി, ഇത് പൊളിച്ച് സൂപ്പർ. അപ്പം എന്തായാലും ഇങ്ങനത്തെ നാരങ്ങയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും
നല്ലോണം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. അടിപൊളിയായിട്ടാണ്, ഒരു രക്ഷയില്ല. നാരങ്ങയൊക്കെ നല്ല സൂപ്പർ. അപ്പം ഇനിയിപ്പോൾ സമയമില്ല, എന്തായാലും നാരങ്ങ കറിയും സൂപ്പറാണ്. അതുപോലെ തന്നെ ഇന്നെന്തോ ദൈവഭാഗ്യം കൊണ്ട് മത്തി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ അല്ലേ. എല്ലാവരും ചോറ് കഴിക്കുന്നുണ്ട്. അതെന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് പിടിക്കാൻ. നാളെ അടുത്തൊരു നല്ലൊരു വിഭവമായിട്ട് ഞാൻ എന്തായാലും വരുന്നുണ്ട്. അപ്പോൾ ടാറ്റ.